അദ്ദേഹത്തോട് പറയുന്നു, അതിനിടയിൽ ഒരുപാട് കൊല നടക്കും. ആൺ സുഹൃത്ത് പെൺ സുഹൃത്താണല്ലേ ഒന്നിച്ച് ജീവിക്കുമ്പോൾ. നിയമപരമായ ബന്ധനങ്ങളില്ല, സ്നേഹത്തിൻ്റെ ബന്ധനമില്ല. 16 വർഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺ സുഹൃത്തിനെയാണ് അടുത്ത കാലത്ത് ക്രൂരമായിട്ട് കുത്തിക്കൊന്നത്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയണത് അപ്പോൾ ദൈവത്തെ തള്ളി പറയുന്ന ഒരാൾ അടുത്ത ദിവസം പത്രത്തിലൊക്കെ വന്നു, മാതാവ് മരണപ്പെട്ടപ്പോൾ മാതാവിനെ എന്താണ് വിളിച്ചത്? സ്വന്തം മാതാവിനെ എത്ര നികൃഷ്ടമായിട്ടാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ദൈവത്തെ നിഷേധിക്കുന്നത് മൂല്യനിഷേധത്തിന്റെ തുടക്കം എന്ന നിലയിലാണ്. പെറ്റ തള്ളയെ തള്ളിപ്പറയാനാണ്, മുലപ്പാലിനെ തള്ളിപ്പറയാനാണ്. സ്വന്തം മാറത്ത് നാഭിയിൽ കിടക്കുന്ന പൊക്കിൽ കൊഴി എന്ന ജീവമുദ്രയെ തള്ളിക്കളയാനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഡിഗ്രിയോ കുട്ടികളുടെ കഴിവോ എന്നെ അലട്ടുന്ന വിഷയങ്ങളെ അല്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അത് വിദ്യാഭ്യാസ പുരോഗതി വലിയൊരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഈ വിദ്യാഭ്യാസം, ഈ പുതിയ രീതിയിലുള്ള പ്രവണതകൾ, ഇതൊക്കെ നാളെ എവിടെ എത്തുന്ന ആലോചിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ IT, ഈ സോഷ്യൽ മീഡിയ, ഈ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കൽ, ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് ബസ് കയറാൻ വയ്യാതായി. ബസ്സൊരു പൊതു ഇടമാണ്. ബസ്സൊരു പൊതു ഇടമാണ്. ബസ് എന്ന് പറഞ്ഞൊരു ഡെമോക്രാറ്റിക് പ്ലേസാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വാഹനമാണ്. ബസ്സിൽ തൂങ്ങിയിട്ടും പിടിച്ചു തൂങ്ങിയിട്ടും തള്ളി നിന്നിട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരും ചിലപ്പോൾ. എങ്ങോട്ടാ പോണത്? ഇത് ധാർമ്മികതയാണോ? കടുത്ത അരാജകത്വത്തിലേക്ക്, കടുത്ത മനുഷ്യനിന്ദയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന രീതിയിൽ എല്ലാ ബന്ധങ്ങളെയും തകർക്കുന്ന മൂല്യനിഷേധത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ പോകുന്നുവെന്ന് ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ MSF സംഘടിപ്പിച്ച ഈ സർഗരാത്രിയെ പരിപോഷിപ്പിക്കാൻ അത് മതിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൊടുങ്കാറ്റ് വീശാൻ പോകും. ഇത് എവിടെ പോയി ചെന്നെത്തുന്ന് കളയാൻ സാധിക്കും. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുട്ടികൾ സംസാരിക്കട്ടെ. എൻ്റെ അതൊരു ഉപക്രമമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പഴഞ്ചനായിരിക്കും. അതെ, സൂര്യൻ പഴഞ്ചനാണ്, ഭൂമി പഴഞ്ചനാണ്, ആകാശം പഴയതാണ്, എൻ്റെ നാട് പഴയതാണ്, എൻ്റെ സമൂഹം പഴയതിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വന്യപിതാവ് പഴയ കാലത്ത് ജീവിച്ച എൻ്റെ പിതാവാണ്. എൻ്റെ മാതാവ് തീർത്തും പഴയ കാലത്തിൻ്റെ പ്രതിനിധിയാണ്. പക്ഷെ എൻ്റെ ഉമ്മ എൻ്റെ ജീവിതത്തെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരാശയമാണ്. അപ്പോൾ ഏതാണ് പഴയത്, ഏതാണ് പുതിയത്, ഏതാണ് പൗരാണികം, ഏതാണ് ആധുനികം, ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ പേരുകളാണ്. It is your own division, it is your own naming, which has no meaning at all. അർത്ഥമില്ലാത്ത നിങ്ങൾ നടത്തിയ വിഭജനങ്ങളും വിവേചനങ്ങളുമാണ് പഴയ കാലം പുതിയ കാലം. കാലം ഒന്നേ ഉള്ളൂ, കാലം ഒറ്റൊന്നാണ്. ആ കാലത്തിൻ്റെ സാക്ഷിയാണ് ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രൻ. ആ ചന്ദ്രൻ പുണ്യ റസൂലിൻ്റെ മെഹറാജിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നടക്കുന്ന പലതിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാലത്തിൻ്റെ സാക്ഷിയാണ്. പഴയതും പുതിയതും ഇല്ല, ഒരേകകമാണ്, ഒരു സാകല്യമാണ്, ഒരു സമഗ്രതയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലേക്ക് മകനെ പഠിക്കാൻ പറഞ്ഞയച്ചു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെതിരെ കണ്ണടച്ചിട്ടൊന്നും ഇവിടെ വലിയ ആശയം വർത്തമാനമൊന്നും പറയണ്ട. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ അയൽപക്കത്താണ്. ഇപ്പം ഞാൻ സീസോൺ കലോത്സവത്തിന് പോയിരുന്നു കഴിഞ്ഞ തവണ കൊണ്ടോട്ടി EMEA കോളേജിൽ. MSF ഗംഭീരമായിട്ടുള്ള വിജയം, സർവകലാശാലകളൊക്കെ വിജയിച്ച് കലോത്സവങ്ങളിലൊക്കെ MSF കൊടിനാട്ടുമ്പോൾ ഒരു പഴയ MSF നിലയിൽ, നിങ്ങളോടൊപ്പം അഭിമാനം കൊള്ളുന്നവരിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ അതിലൊക്കെ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. അപ്പോൾ കൊണ്ടോട്ടി പോയി ഞാൻ ഈ സംഭവം നടന്ന ഉടനെ
ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ച മകൻ നാട്ടിൽ വന്നൊരു കത്തി വാങ്ങി. കത്തി മൂർച്ചുണ്ടോ എന്ന് പരിശോധിച്ചു. മാതാവിനെ കൊല്ലാനാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് മറക്കുകയാണ്. എന്താ ഈ ഗർഭഗൃഹത്തെ പറ്റി മനസ്സിലാക്കിയത്? ഗർഭഗൃഹം എന്താ മനസ്സിലാക്കിയത്? എന്ത് മഹാപാപമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? എന്താ നിങ്ങളുടെ വിദ്യാഭ്യാസം? ഞാൻ എൻ്റെ അമ്മ പ്രസംഗത്തിൽ എൻ്റെ അഭിമന്യ സുഹൃത്ത് ശ്രീ മോഹൻലാലിൻ്റെ അമ്മ നിര്യാണം പ്രാപിച്ചപ്പോൾ ആ പ്രസംഗം വീണ്ടും മലയാളി ആവർത്തിച്ച് കേട്ടു. അവരാണ് അതിന് വന്നിട്ട് തിരികൊളുത്തിയത്. വലിയൊരു അമ്മയാണെന്ന് ഞാൻ അവിടെ കണ്ടത്, പിന്നീടും അവരിൽ കണ്ടത്. അന്ന് ഞാൻ എൻ്റെ ആ പ്രസംഗത്തിൽ വർഷങ്ങൾക്ക് മുമ്പാണ് നാട്ടിക തീരത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. മാതാവിനെ തള്ളിപ്പറയുന്ന, പിതാവിനെ തള്ളിപ്പറയുന്ന നിന്റെ ഡിഗ്രിക്ക് അങ്ങാടിയിലെ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയില്ല എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. മത്തിക്ക് നല്ല വില ഉണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കൊടുത്തൊരു ചോദ്യം, കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് പൊന്നാനി ലോക്സഭാ മണ്ഡലമടക്കം മത്തിയുടെ ലഭ്യത കുറയുന്നതിനെ പറ്റി കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കണം എന്നാണ് ഞാൻ കൊടുത്തൊരു ചോദ്യം. മത്തി സാധാരണക്കാരൻ്റെ ആഹാരമാണ്, മരുന്നാണ്. അതിപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് മത്തി ഉൽപ്പാദനത്തിൽ കുറവുണ്ടെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. മത്തി ഒരു വിലപ്പെട്ട സാധനമാണ്. ആ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയുണ്ടോ ഈ ഡിഗ്രി? വൻ കത്തി മൂർച്ചുണ്ടെന്നൊക്കെ പരിശോധിച്ചു. മാതാവിനെ കൊന്നു. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് ഖത്തറിലൊരു പരിപാടിക്ക് പോയതാണ്. സലീം കുമാറില്ലേ, നടൻ, അദ്ദേഹം നല്ല കലാകാരനാണ്, നല്ല സാമൂഹിക ബോധമുള്ള കലാകാരനാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് വേദിയിലൊരു ചർച്ച ചെയ്യുന്ന പരിപാടി, ഖത്തറിൽ ഒരഭിമുഖം, അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹത്തിലെ ആനുകാലികമായ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുക. അദ്ദേഹം നല്ല നടൻ മാത്രമല്ല, നല്ലൊരു സോഷ്യൽ അവെയർനെസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ഈ കൊലയുടെ വാർത്തയാണ് എൻ്റെ മനസ്സ്. ഇങ്ങനൊന്നും കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. വാർത്ത വായിക്കാൻ പോലും കഴിയാത്ത ആളാണ്. മാറാക്കര ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ മിഞ്ഞാന്ന് എന്നോട് മനോരമയുടെ ന്യൂസ് ഞാൻ അങ്ങോട്ട് അയക്കുക, വാട്സാപ്പിൽ പറഞ്ഞ് അയക്കണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. അത് മുഴുവൻ വായിക്കാൻ കഴിയില്ല. അത് മാതാവിനെ ചവിട്ടിക്കൊന്നതേ. കോട്ടക്കല CA വാര്യരുടെ കവിതയുണ്ട്, ഒരു 20 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അമ്മയെ ചവിട്ടാനോങ്ങുന്ന കാലുമായി. അമ്മയെ ചവിട്ടാനോങ്ങുമ്പോൾ നിന്റെ മാറത്തിരുന്ന് നിന്റെ പൊക്കിൾ കുഴി തേങ്ങുന്നാണ് എൻ്റെ അമ്മ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 10-15 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇത് ഞാൻ സലീം കുമാറിനോട് കുറേ പറഞ്ഞു. വല്ലാത്തൊരു വേദനയായിപ്പോയി. അപ്പോഴാണ് ഇവൻ പോലീസിനോട് കൊടുത്ത മൊഴി കേൾക്കുന്നത്. എന്താണെന്നറിയോ? ഈ കൊലയാളി പോലീസിനോട് പറഞ്ഞു, എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകും. ഞാൻ എന്നോട് പറഞ്ഞതാണ്, ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകൂ. നീ ഇത് കേൾക്കാൻ വേണ്ടി ജീവിക്കണം. MSF വിലയിരുത്തണം. സാധാരണ കൊലയല്ല എന്ന് മാതാവിനെതിരെ നടക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തുകയാണ്. മാതാവിനെ കൊന്നാലൊന്നുമില്ല, മാതാവ് അങ്ങനെ പ്രത്യേക ആളല്ല, അതൊരു സ്ത്രീയാണ്. അച്ഛനമ്മമാർ അവരുടെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ അവർ ചേരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ഒരു സ്ത്രീയെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വലിയ ആളായി സങ്കല്പിച്ച് വലിയ ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് പുണ്യ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ കാണിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ മാതാവിനോട്. പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോഴും നിൻ്റെ മാതാവിനോട്. അടുത്ത ആളെയാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. പക്ഷെ ദൈവദൂതൻ നിറങ്ങൾക്കതീതനാണ്. മൂന്നാമതും ചോദ്യം ആവർത്തിച്ചപ്പോൾ നിൻ്റെ മാതാവിനോട് എന്നായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതാണ് ചോദ്യകർത്താവ് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത് നിൻ്റെ പിതാവിനോട് എന്ന്. അടുക്കളക്കാരിയായ മെലിഞ്ഞ പെണ്ണ്, കോന്തലയിൽ കരി പിടിച്ച മെലിഞ്ഞ പെണ്ണ് 3 റാങ്ക് കൊണ്ടുപോയി മാനവരാശിയുടെ മഹത്വത്തിലേക്കുള്ള പീഠങ്ങളിൽ. 3 പീഠങ്ങളിലൂടെയും അവൾ ആരോഹണം ചെയ്തു. 4ാമത്തെ ഒരു പദവി മാത്രമേ പിതാവിന് പോലും പുണ്യ റസൂല് വകവെച്ച് നൽകിയുള്ളൂ. ഇത് സംസ്കാരമാണ്. ഇത് മാനവ നാഗരികതയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
നിർമ്മിത ബുദ്ധി വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാൻ യൂട്യൂബ് കണ്ടു, ഒരു മാതാവിനെ നോക്കാൻ വേണ്ടി ഒരു മകൻ ഒരു റോബോട്ടിനെ വാങ്ങി, ഒരു പ്രവാസി ഈ കേരളക്കരയിൽ. അതിങ്ങനെ സ്വിച്ചിടും. പറയുമ്പോൾ നാണക്കേടുണ്ട്, ഉമ്മയാണ്, പറയില്ല, നിവൃത്തില്ല. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ടതും നാണക്കേടുണ്ടായിട്ട് പറയാതിരുന്നിട്ട് കാര്യമില്ല, ഉമ്മയാണ്. സ്വിച്ചിടും ഈ മാതാവ്. അപ്പോൾ റോബോട്ട് ഇങ്ങനെ വരും, വെള്ളത്തിൻ്റെ ഗ്ലാസ്, അതിൽ നിന്ന് ഗ്ലാസ് വെള്ളം, മരുന്ന് ഒക്കെ എടുക്കാം. ഹൃദയശൂന്യമായ ലോകമേ കേഴുക, ഹൃദയശൂന്യമായ ലോകമേ കേഴുക. ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത്, എൻ്റെ ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു. വീടായിരുന്നു എൻ്റെ ആദ്യത്തെ പാഠശാല. ഞാൻ ഈ ഭാഷകളൊക്കെ പഠിപ്പിച്ചതും എൻ്റെ വന്യപിതാവാണ്, ഹിന്ദി, ഉറുദു ഒക്കെ. അപ്പം ഞാൻ ചെയ്തിരുന്ന പണി രാത്രിയും പകലും പലപ്പോഴും ഉപ്പയുടെ കാല്